എൻ്റെ ദേവി പണ്ട് തൻ്റെ കൊട്ടാരത്തിൽ, തൻ്റെ നാട്ടുംപുറത്ത്, തൻ്റെ രാജ്യത്ത് പ്രചരിച്ചിരുന്ന ഒരു നാട്ടുകഥ പറയുകയാണ്. നാടോടിക്കഥയ്ക്ക് ഒത്തിരി ഇതുണ്ട്. നമ്മൾ ഈ നാടോടിക്കഥകളൊക്കെ കേട്ടിട്ടും പഴഞ്ചൊല്ലൊന്നും കാര്യമായിട്ട് കേൾക്കാത്തതുകൊണ്ടൊക്കെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, വേണ്ടത്ര അറിവില്ലാണ്ടായി പോകുന്നത്, ദുഃഖമൊക്കെ നമ്മൾ മതിക്കുന്നത്. അന്ന് ആ സീതാദേവി കൊച്ചുകുട്ടിയായിരുന്നു കേട്ട ഒരു കഥ 2-3 ശ്ലോകത്തിലൂടെ ആഞ്ജനേയനോട് പറയണം. അത് കഥ എങ്ങനെയാണ്? ഒരു വലിയ കാട്, അവിടെ കാട്ടിൽ ഒരു കരടിയുടെ മുമ്പിൽ ഒരു ആൾ പെട്ടുപോയി. കാട്ടിക്കൂടെ യാത്ര പോകുന്ന ഒരാൾ പെട്ടുപോയി. കരടി ഓടിച്ചുള്ള പ്രാണനും കൊണ്ടുപോയി. സതീവ് പറഞ്ഞ കഥയാണ്, ആഞ്ജനേയനോട് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. ഓടിച്ചെന്ന് ആദ്യം കണ്ട മരത്തിൽ കയറി. അങ്ങനെ ഒരു ഗുണമുണ്ട്, മരം കയറാൻ പഠിക്കൊന്നും വേണ്ട, കടുവ പിടിച്ചാൽ മതി. കടുവയോ ഒരു പാമ്പിനെ കണ്ടാൽ മതി. ഏത് മരം കയറാൻ അറിയാത്തവനും മുള്ളുമരത്തിലാണ് ഓടി കയറിയിരിക്കും. ഈ മനുഷ്യന് ഓടി മരത്തെ കയറി അവിടെ ചെന്ന് മുകളിലേക്കുമ്പോൾ കാണാം അവിടെ ഒരു കരടി ഇരിക്കുന്നു. അല്ല, കടുവ. ഓടിച്ചത് കരടി. ചെന്ന് കയറിയെടുത്ത് പടയെ പേടിച്ച് പന്തളത്തിൽ നിന്നപ്പോൾ പന്തോ കൊളുത്തി പന്തളത്ത് എന്നൊക്കെ പറയല്ലേ, അത് തന്നെ പരിപാടി. കിലുകില വിറച്ചു. കരടി ഇങ്ങനെ ഉത്തു നോക്കി. ശാപ്പാട് മുമ്പിൽ ഒന്ന് അടിക്കണേ. ഇവൻ്റെ ശാപ്പാടും മിസ്സും ചെയ്തു, മുകളിലേക്ക് കയറിയല്ലോ. അപ്പോൾ ഈ കരടി സൂത്രക്കാരനെ, കരടി ഒരു അതേ നമ്മുടെ പൊതുശത്രുവാണ് ഇപ്പം നിൻ്റെ വീട്ടിൽ കയറിക്കണേ. കരടി താമസിച്ച് വിടാണ്ട് കരടി വീട്, ആ മരം ഇപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങനെ ഇട്ടേക്കാണ്. അങ്ങനെയാണ് അതിൽ പറയണത്. അങ്ങയുടെ വസതി കയറിക്കണേ. ഇവൻ പൊതുശത്രുവാണ്, ഇവൻ നമുക്ക് അപകടകാരിയാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, അവനെ തള്ളി താഴത്തേക്ക് ഇട്ടുള്ളൂ, നമുക്ക് ഷെയർ ചെയ്യാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇത് ഈശ്വരൻ നമുക്ക് വിധിച്ചിട്ടുള്ളതുമാണ്. ഇതിനകത്ത് ഒരു അധർമ്മവും ഇല്ല. അപ്പോൾ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ഇയാൾ നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ കടുവ പറഞ്ഞു, ഇയാൾ എന്നെ അഭയം പ്രാപിച്ചു. അഭയം പ്രാപിച്ച ഒരുത്തിനെ ത്യജിച്ചുകൂടാ എന്ന് ശാസ്ത്രമുണ്ട്. അപ്പോൾ എനിക്ക് വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഇല്ലെങ്കിലും ഞാൻ ഇയാളെ വധിക്കില്ല, നിനക്കിട്ട് തരുകയില്ല. കാരണം അത് ചെയ്യുന്ന മഹാപാപമാണ്. ഒരു കാട്ടുമൃഗത്തിനുള്ള നീതിബോധം പോലും നമ്മുടെ ഭരണാധികാരികൾക്കോ ഈ നിയമം നടപ്പിലാക്കേണ്ടവർക്കോ ഇല്ലാത്തതിൻ്റെ ദുരിതങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല, നിങ്ങൾ പത്രം ഡെയിലി വായിച്ചു നോക്കിയാൽ അറിയാം. പരാതി കൊടുക്കാൻ പോയതാ, പിന്നെ കിട്ടിയത് ഇടിയ എന്നൊക്കെ കേൾക്കാറില്ലേ. എവിടെയാണോ നിയമം സംരക്ഷിക്കപ്പെടേണ്ടത് അവിടെ ഇതൊരു ഈ കഥയാണ് കേട്ട് വളരേണ്ടത്. നമ്മൾ ഒരു മൃഗത്തിനുണ്ടൊരു ധർമ്മബോധം. പറഞ്ഞു, ഞാനൊരിക്കലും വിട്ടു തരില്ല എന്ന് പറഞ്ഞു. പിന്നെ മിണ്ടാൻ പറ്റില്ലോ. കടുവ താഴെ കടന്നു. കരടി അവിടെ കുറേ ഇരുന്നപ്പോൾ ഉറക്കം തൂങ്ങി. അപ്പോൾ കരടി ഉറക്കം തൂങ്ങേണ്ടപ്പോൾ ഈ കടുവ മനുഷ്യൻ വിളിച്ചു, എടോ ഇപ്പം അവന് വിശക്കണില്ലാത്തതുകൊണ്ട് നിന്നെ ഇപ്പോൾ അവൻ തിന്നുന്നില്ല. അവൻ്റെ വിശപ്പ് മാറും, അവൻ നിന്നെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഒന്നുമില്ല, നീ എനിക്ക് ശാപ്പാടാവും, അല്ല നീ അവന് ശാപ്പാടാവും. പക്ഷെ എനിക്കിപ്പോൾ നിന്നെ തിന്നണമെന്ന് ഒരു നിർബന്ധമില്ല. മൂപ്പര് ആ കമ്പിളിക്കെട്ടെന്നാണ് ഇവിടെ എനിക്ക് തോന്നുന്നത്. സിദ്ധാനന്ദ സ്വാമി പറയും, ആ കമ്പിളിക്കെട്ട് അവിടെ ഇരിപ്പുണ്ടല്ലോ, ഇത് കടുവേ, അതിനെ ഊന്നി ഇത് അടുത്തേക്ക് ഇട്ടായി, എനിക്ക് അവനെ തിന്നാലും മതി, എൻ്റെ വിശപ്പടങ്ങി വെച്ചാൽ മതി. ഇപ്പം മനുഷ്യൻ ചിന്തിച്ചു, നമ്മുടെ കയ്യിരിപ്പാണേ, ഏതായാലും ഇവൻ ഈ പറഞ്ഞ് ശരിയാണ്. ഇപ്പോൾ ഇവൻ ഉറക്കാം, ഇവൻ്റെ വിശപ്പ് പറയാൻ എനിക്ക് ഇറങ്ങി പോവുകയും ചെയ്യാലോ. നമ്മളുടെ കടുവ ഉറക്കം തൂങ്ങുന്നു, മുകളിലേക്ക് ചെന്നു. ഉറക്കം തൂങ്ങുന്ന കടുവയെ തള്ളി താഴ്ത്തിക്കിടുകയാണ്. ഇതിൻ്റെ പിടുത്തം വിട്ടു. ഇത് താഴത്തേക്ക് അങ്ങ് വീഴുന്നതിൽ കടുവയാണല്ലോ, പെട്ടെന്ന് അടുത്ത ഒരു മരക്കമ്പയിൽ അതിന് പിടുത്തം കിട്ടി. പിടിച്ച് കയറി ആ മനുഷ്യനൊന്ന് രൂക്ഷമായിട്ട് നോക്കി. അപ്പോൾ താഴെ കിടക്കുന്ന നമ്മുടെ കരടിച്ചാർ പറഞ്ഞു, കണ്ടോ, ഇതാണ് മനുഷ്യൻ, നന്ദിയില്ലാത്തവനാണ്, അവൻ നിന്നെ ചതിച്ചത് കണ്ടില്ലേ? അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഈ ചതിനെ കൂട്ടത്തിൽ വയ്ക്കണ്ട, അവനെ തള്ളി താഴെ ഇടൂ എന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് കടുവ പറഞ്ഞു, ഒരുത്തൻ അധർമ്മം ചെയ്തു എന്ന് വെച്ച് അതേ നാണയത്തിൽ അധർമ്മം ചെയ്യുന്നത് ധർമ്മമല്ല. അവൻ അധർമ്മിയാണ്, അവൻ അധർമ്മം ചെയ്തിരിക്കുന്നു. പക്ഷെ ഞാൻ അവന് സംരക്ഷണം കൊടുത്തതാണ്. ഞാൻ ആ ധർമ്മത്തിൽ നിന്നും മാറില്ല. അവൻ എന്തപരാധം ചെയ്താലും ഞാൻ ധർമ്മത്തിലേ ഉറച്ചു നിൽക്കുകയുള്ളൂ. ഈ കഥ പറഞ്ഞിട്ടാണ് ദേവി ആഞ്ജനേയനോട് പറഞ്ഞു, അതുകൊണ്ട് അവരെ എത്ര അധപതിച്ചാലും നമുക്ക് നമ്മുടെ ധർമ്മം നിലനിർത്തേണ്ടതില്ലേ പുത്ര, അവരോട് ക്ഷമിക്കൂ എന്ന് പറയുന്ന സീതാദേവിയെ ആ രംഗത്ത് നമുക്ക് കാണാം. ഇതാണ് ഉത്തമയായ സ്ത്രീരത്നമായി ആചാര്യന്മാർ സീതാദേവിയെ കൽപ്പിച്ചതിൻ്റെയും ആരാധിച്ചതിൻ്റെയും കാരണം. അതുകൊണ്ട് സീത എന്ന് കേൾക്കുമ്പോൾ അഭിമാനം തോന്നണം. അങ്ങനെ ഒരാളുണ്ടായിരുന്നു ഭാരതത്തിൽ, സിസ്റ്റർ നിവേദിത, മാർഗരറ്റ് എലിസബത്ത് നോബിൾ. അവർ പറയും, സീതാ സതീ
സാവിത്രി എന്ന് ആ പേര് പറഞ്ഞ് ആനന്ദിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ മഹതികളായ അമ്മമാരുടെ ചരിത്രമെല്ലാം നമ്മുടെ ബുദ്ധിയിലും അതുപോലെ തന്നെ ഹൃദയത്തിലും ഉറപ്പിക്കണം. ബുദ്ധിയിൽ ഉറപ്പിക്കുന്നത് അവരുടെ തത്വം, ഹൃദയത്തിൽ ഉറപ്പിക്കുന്നത് അവരുടെ നന്മ. നമുക്കതിന് സാധിക്കട്ടെ.